അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അടുത്ത് പരിചയപ്പെടുത്തുന്ന മൃഗം അത് ഹിമാർ, കഴുതയാണ്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുദ്ദസ്സിർ, ഇങ്ങനെ 5 അധ്യായങ്ങളിലായി ഓരോ പ്രാവശ്യം അഥവാ 5 പ്രാവശ്യമാണ് കഴുതയെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ പ്രമേയങ്ങളും അള്ളാഹു താല അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. 5 സ്ഥലങ്ങളിലാണ് കഴുതയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. അതിന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടത് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിൽ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്, കഴുതയുടെ കരച്ചിലാണ്. വലിയ ശബ്ദത്തിൽ സംസാരിക്കുകയും ഒച്ചവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ജനങ്ങളുടെ ഇടയിലുള്ള കാഴ്ചപ്പാടിനെ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഒരിക്കലും വളരെ വികൃതമായ ശബ്ദം, ആ ശബ്ദത്തിൽ സംസാരിക്കരുത്. കാരണം ഏറ്റവും മോശമായ ശബ്ദം അത് ഈ പറയപ്പെടുന്ന കഴുതയുടെ ശബ്ദമാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. 62-ാം അധ്യായം അഥവാ സൂറത്തുൽ ജുമുഅ 5-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത് ഒരു വലിയ സന്ദേശമാണ്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഗ്രഹിച്ച ഒരാൾ, ഹദീസുകൾ പഠനം നടത്തിയ ഒരാൾ, മതബോധം നേടി വിദ്യാഭ്യാസം ഒരുപാട് കരസ്ഥമാക്കി ദീനിന്റെ ചിട്ടകളും ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും നിരോധനങ്ങളും ഒക്കെ വളരെ വ്യവസ്ഥാപിതമായി സുതാര്യമായി മനസ്സിലാക്കിയ ഒരാൾ അമൽ ചെയ്യാതെ ജീവിതത്തിൽ പഠിച്ചത് ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് അമൽ ചെയ്യാതെ പ്രാവർത്തികമാക്കാതെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ അവനെ ഉപമിക്കുന്നത് കഴുതയോടാണ്. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. സൂറത്തുൽ ജുമുഅയിലാണ് 5-ാമത്തെ സൂക്തം. അള്ളാഹു പറയുന്നു മസലുല്ലദീന ഹമ്മിലു തൗറാത്ത്, തൗറാത്ത് വാഹകരായ ഒരു വിഭാഗം ആളുകൾ, അഥവാ അള്ളാഹുവിന്റെ ഹിക്മത്തും വിജ്ഞാനവും കരസ്ഥമാക്കിയൊരു വിഭാഗം. സുമ്മ ലം യഹ്മിലുഹ, അവർ അതനുസരിച്ച് മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ ആ ഖുർആൻ അനുസരിച്ച് അവർ അമല് ചെയ്യുന്നില്ല എങ്കിൽ, വിജ്ഞാനം കിട്ടിയതിനു ശേഷം വിജ്ഞാനത്തിന് വിരുദ്ധമായി അജ്ഞതയോടുകൂടി അവന്റെ പ്രവർത്തന മേഖലകളെ തിരിച്ചുവിടുമ്പോൾ അല്ലാഹു പറയുന്നു അവൻ കഴുത, ഏടുകൾ ചുമക്കുന്ന കഴുതയെ പോലെയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഏടുകൾ ചുമക്കുന്ന കഴുതയെ പോലെയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ ചുമന്നുകൊണ്ടുപോകുന്ന ഒരു കഴുത, ആ ഗ്രന്ഥങ്ങൾ പവിത്രമാണെന്നും ആ ഗ്രന്ഥങ്ങളിൽ കൽപ്പനകളും നിരോധനങ്ങളുമാണെന്ന് ഒരിക്കലും അറിയാത്ത ഒരു സമൂഹം ചുമന്നുകൊണ്ടു പോകുന്നു. അതിനപ്പുറത്ത് യാതൊരു നിലയിലുള്ള ഒരു വിവരവും ഇല്ലാത്തൊരു സമൂഹം. ആ സമൂഹത്തെ അല്ലാഹു തആല കഴുതയോട് ഉപമിച്ചിരിക്കുകയാണ്. കാരണം കഴുതപ്പുറത്ത് ഗ്രന്ഥ സമാഹാരങ്ങൾ അടുക്കി വെച്ചുകൊണ്ട് ആ കഴുതയെ യാത്രയാക്കിയാലും കഴുതയ്ക്കറിയില്ല ഇതെന്റെ മുകളിൽ ഇരിക്കുന്നത് ഖുർആനാണ്, ഹദീസുകളാണ്, ബുഖാരിയാണ്, മുസ്ലിമാണ്, ഇതൊന്നും അറിയില്ല എന്നതുപോലെ പഠിച്ചു വെച്ചിട്ട് പ്രാവർത്തികമാക്കാത്തവനെ അല്ലാഹു തആല ഉപമിച്ചിരിക്കുകയാണ്. അല്ലാഹു കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി